മാഡം, ഇതില് മാഡം അറിയാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ ദിവ്യയുടെ... വേണ്ട രാജു, ഇനി ഒന്നും പറയണ്ട. ഈ വിവാഹത്തിന് എനിക്കും സമ്മതമാണ്. അച്ഛന്റെ തീരുമാനം എന്തായാലും അത് നടക്കണം. മാഡം, ഇനിയും ഒരു അപമാനം അച്ഛനുണ്ടായിക്കൂടാ. ഇപ്പൊ രാജു പോ. കുറച്ചു നേരം എനിക്ക് ഒറ്റയ്ക്കിരിക്കണം. പണവും പദവിയൊക്കെ ഉള്ള ആൾക്കാരെ കിട്ടുമെന്നറിഞ്ഞപ്പോ എനിക്ക് തന്ന വാക്കൊക്കെ മറന്നുവല്ലേ? ഇവിടെ നടക്കുന്നൊക്കെ നീയും കാണുന്നതല്ലേ? ഈ വിവാഹ നിശ്ചയത്തിൽ എനിക്കെന്ത് റോളാ ഉള്ളത്? അമ്മയും അമ്മാവനും കൂടി എടുക്കുന്ന തീരുമാനമല്ലേ? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എതിർത്ത പിന്നെ ഞാനിവിടെ ഉണ്ടാവുമോ? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ദിവ്യ. അപ്പോ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്യണം? അതെങ്കിലും ഒന്ന് പറഞ്ഞതാ. ആ കാര്യത്തില് നമുക്ക് മുന്നിൽ ഇപ്പോ ഒരു വഴിയേ ഉള്ളൂ. എന്ത് വഴി? വഴി അബോർഷൻ. അതേ ഉള്ളൂ വഴി. എന്റെ കുഞ്ഞിനെ കൊന്ന അതിന്റെ കൂടെ ഞാനും ചാവും. നോക്കിക്കോ. ദിവ്യ, അരുതാത്തൊന്നും നീ ചിന്തിക്കണ്ട. എന്തെങ്കിലും ഒരു വഴി തെളിയും. നിന്നെ വഞ്ചിക്കാനോ ചതിക്കാനോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ അമ്മാവനും അമ്മയും കൂടി ഒരു കാര്യം നിശ്ചയിച്ചാ അത് ധിക്കരിച്ച് നടക്കാനൊന്നും എനിക്കാവില്ല. അത് നീ ഒന്ന് മനസ്സിലാക്ക്. നീ തൽക്കാലം പൊയ്ക്കോ. ഇപ്പൊ ഇതൊന്നും മറ്റാരും അറിയരുത്. ചില ഈ കുരിശിനെ എങ്ങനൊന്ന് ഒഴിവാക്കും? അതിനൊരു വഴി തെളിഞ്ഞ് കിട്ടണേ എന്റെ ദൈവമേ. അമ്മയോ? അമ്മ എങ്ങനെ വന്നു? അല്ല, എങ്ങനെയെന്നല്ല, അമ്മ എപ്പോ വന്നു വന്ന്? ഞാൻ വന്നത് എപ്പോഴെങ്കിലും ആവട്ടെ. ആ അടുക്കളക്കാരി പെണ്ണുമായിട്ട് നിനക്ക് എന്താടാ ഏർപ്പാട്? അവളുമായി എന്താ നീ സംസാരിച്ചോണ്ട് നിന്നേ? ഓ, അവളോ? അവളൊരു ഏണും കൊണ്ടും ഇല്ലാത്ത പെണ്ണാണെന്നേ. തൂക്കാനും തുടക്കാനും പറഞ്ഞ് മുറിക്കാതെ കയറി വരും. എന്നിട്ട് ടേബിളിൽ ഇരിക്കുന്നതെല്ലാം തട്ടി താഴെ ഇടും. അതിന് ഞാൻ അവളെ വഴക്ക് പറയായിരുന്നു. അത് കേട്ടിട്ടാ അവള് കരഞ്ഞോണ്ട് പോയത്. ആ പെണ്ണിനോട് ഇനി ആദ്യം മിണ്ടാനൊന്നും നിക്കണ്ട. ഋതികയുടെ കാര്യം ഏതാണ്ട് തീരുമാനമായി. അവൾക്കിനി നിന്നെ വിവാഹം കഴിക്കാതെ വേറെ വഴിയില്ല. ഈ വിവാഹത്തിന് അവള് സമ്മതിച്ചില്ലെങ്കിൽ പ്രതാപൻ അവളെ എന്നേക്കുമായി ഉപേക്ഷിക്കും. അച്ഛന്റെ വെറുപ്പ് ഇനി അവൾക്ക് താങ്ങാനാവില്ല. അതുകൊണ്ട് അവൾ ഇനി ഈ വിവാഹത്തിന് സമ്മതിക്കും. സമ്മതിച്ചേ തീരൂ. എന്താടാ മോനെ, ഞാൻ കുറെ നേരമായിട്ട് ശ്രദ്ധിക്കണു. എന്താ പ്രശ്നം? നീ വലിയ ടെൻഷനിലാണല്ലോ. അശ്വിൻ സാറ് ഋതിക മേഡം തമ്മിലുള്ള കല്യാണം മുടങ്ങിയത് അച്ഛൻ അറിഞ്ഞല്ലേ? അതില് അവരെന്റെ പേരും വെറുതെ വലിച്ചിട്ടു. എന്നിട്ട് ഞാൻ കാരണം മാഡത്തിന്റെ കല്യാണം മുടങ്ങി. നീ പറഞ്ഞല്ലോ. ഇപ്പൊ എന്താ, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വർമ്മ സാറിന്റെ ചേച്ചി ഈ അവസരം മുതലാക്കി അവരുടെ മകനുമായി ഋതിക മേഡത്തിന്റെ കല്യാണം പറഞ്ഞുറപ്പിച്ചിരിക്കുന്നു. ആ തലതിരിഞ്ഞ ചെറുക്കനുമായിട്ടുള്ള കല്യാണം വർമ്മ സാർ സമ്മതിച്ചോ? അതേന്നെ, വർമ്മ സാറ് പറഞ്ഞുറപ്പിച്ചതുകൊണ്ട് ഋതിക മേഡത്തിനും അതിൽ നിന്ന് പിന്മാറാനാവുന്നില്ല. നല്ലൊരു കുഞ്ഞാ, എല്ലാരോടും കരുണയുള്ള കുഞ്ഞ്. ആ കുഞ്ഞിന് ഇങ്ങനെ ഒരു ഗതികേട് വന്നൂടാ മോനെ.
എന്ത് വില കൊടുത്തിട്ടായാലും ഇത് മുടക്കണം. വർമ്മ സാറിന്റെ തീരുമാനത്തെ എങ്ങനെയാണ് തിരുത്തണം? ഞാൻ ശ്രമിക്കുന്നുണ്ട് അച്ഛാ, പക്ഷേ എളുപ്പമല്ല. ഋതിക മാഡം പോലും സമ്മതിച്ച മട്ട. അമ്മയില്ലാതെ വളർന്ന കുഞ്ഞാ, അതിന് നല്ല വഴി ഉപദേശിക്കാൻ നമ്മളൊക്കെ ഉള്ളൂ. ഈ നാട്ടുകാർ മുഴുവൻ മഹാറാണിയെ പോലെ കണ്ടു വണങ്ങിയ ഒരാളാ പത്മാവതി അമ്മ. ഒരു പ്രഭാതത്തിൽ അവരെ കാണാതായി. അതിലെന്തൊക്കെയോ ദുരൂഹതയുണ്ടെന്ന് അന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു. വർമ്മ സാറിനുള്ള ബഹുമാനം കൊണ്ട് ആരും ഇത് വിഷയാക്കിയില്ല. ചിലതൊക്കെ ഞാനും കേട്ടിരുന്നു. അതിന്റെ പിന്നിലും അംബിക മാഡം തന്നെയാണെന്നാണ് കേട്ടത്. സൂര്യനെ വിഴുങ്ങാൻ നടക്കുന്ന രാഹുവിനെ പോലെയാ സ്ത്രീ. വർമ്മ സാറിനെ എങ്ങനെ വിഴുങ്ങാമെന്നാണ് അവര് ഗവേഷണം ചെയ്യുന്നത്. ഈ കൂട്ടരിൽ നിന്ന് ഋതിക മാഡത്തെയും വർമ്മ സാറിനെയും രക്ഷിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. പറ്റുന്ന വിധത്തിലൊക്കെ അവരെ സഹായിക്കേ, പുണ്യം കിട്ടും. ശരി അച്ഛാ. വർമ്മ സാറിന് എങ്ങനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും? എന്താ ഒരു വഴി? രാജു, ഈ ലോകത്തൊന്നും അല്ലേ? എന്തോ വലിയ ചിന്തയിലാണല്ലോ. എന്താ കാര്യം? നീ അറിഞ്ഞില്ലേ ഋതിക മാഡത്തിന്റെ കാര്യം? ഏത് നേരത്തൊരു ഋതിക മേഡം എന്തിനാ ഇങ്ങനെ ഏതു നേരവും അവളിങ്ങനെ ഓർത്തോണ്ടിരിക്കുന്നേ? രാജുവിന് ചിന്തിക്കാൻ മറ്റൊന്നുമില്ലേ? മറ്റാരെ കുറിച്ചൊരു വിചാരവും ഇല്ലേ? എന്താ രാജുവിന് അവളോട് പ്രേമാണോ? പൊക്കോണം കൺമുമ്പിന്ന്. പ്രണയം പോലും. മനുഷ്യരിങ്ങനെ മുള്ളിന്റെ മുന്നേ നിൽക്കുമ്പോഴാ അവളുടെ ഒരു... എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് രമേ. ദൈവം നീ പോ. വല്ലാത്തൊരവസ്ഥയിലാ ഞാൻ. ശല്യപ്പെടുത്താതെ പോ. എന്തായാലും ഋതിക മേഡത്തെ ദീപക്കിന് എറിഞ്ഞു കൊടുത്തൂടാ. രക്ഷിക്കണം. നാളെ തന്നെ വർമ്മ സാറിനെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. കല്യാണം മുടക്കണം. അതേ ചെറിയ വക്കീലെ, ഒരുപാട് നാളത്തെ പ്രയത്നം ഫലം കണ്ടിരിക്കുക. അംബിക മേഡത്തെ കൊണ്ട് സാധിക്കാത്തത് എന്തെങ്കിലും ഉണ്ടോ? വർമ്മ സാറിന്റെ മകളുമായുള്ള ദീപകിന്റെ വിവാഹം കഴിഞ്ഞ പിന്നെ അംബിക മേഡം അല്ലേ സർവസ്വത്തിന്റെ അധിപതി. വക്കീലെ, സ്വത്തുക്കൾ കൈമാറ്റം നടത്താൻ നിയമപരമായി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാ അതിനുള്ള പേപ്പേഴ്സ് ഒക്കെ വക്കീൽ റെഡിയാക്കി വെച്ചോളൂ. വിവാഹം കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഋതികയുടെ പേരിലുള്ള സ്വത്തുക്കൾ ദീപകിന്റെ പേരിലാവണം. പേപ്പേഴ്സ് ഒക്കെ ഞാൻ റെഡിയാക്കി വെക്കാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. മാഡത്തിന് അറിയാലോ, ഋതികയുടെ വിവാഹശേഷം ഋതികയുടെ ഭർത്താവിന് ഋതികയുടെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും അനുഭവിക്കാനും നടത്തിക്കാനുമുള്ള അവകാശം ഉണ്ടാകുമെങ്കിലും പൂർണ്ണമായ അവകാശം സ്വത്തുക്കൾക്ക് മേൽ ഉണ്ടാകണമെങ്കിൽ നമ്മളൊരൽപ്പം കടന്ന കൈ പ്രയോഗിക്കേണ്ടി വരും. എന്താ വക്കീലെ ആ കടന്ന കൈ? ഒന്നുമില്ലെങ്കിലും ഋതിക അംബിക മാഡത്തിന്റെ സഹോദരന്റെ മകളല്ലേ. ഉള്ളിൽ കുറച്ചെങ്കിലും മാഡത്തിന് ആ കുട്ടിയോട് സ്നേഹം കാണുമല്ലോ. അപ്പോ ആ വഴി ശരിയാവില്ല. ചെറിയാനെ, സ്വത്തുക്കൾ എന്റെ കയ്യിലെത്തണം. അതാണ് എന്റെ ഏക ലക്ഷ്യം. എനിക്കേ എന്റെ അനിയനോട് പോലും ഒരു സെന്റിമെന്റ്സും ഇല്ല. പിന്നെയാണോ അനിയന്റെ മോളോട്? താൻ കാര്യം എന്താന്ന് വെച്ചാ പറ. തനിക്ക് മടിയാണോ? എടോ, എന്താ ചെയ്യേണ്ടത്? അവളെ വിവാഹശേഷം തട്ടിക്കളയണോ? അയ്യോ അംബിക മാഡം, എടുത്തിയാടി അബദ്ധമൊന്നും കാണിക്കരുത്. ഋതികയുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാ സ്വത്തുക്കൾ നേരിട്ട് ഒരിക്കലും നമ്മുടെ കയ്യിൽ നിൽക്കില്ല. ആ കുട്ടിക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയാൻ പാടില്ല. അതിനുള്ള വഴി ചെയ്യണം. വിവാഹശേഷം അവളെ എന്നേക്കുമായി തളർത്തിക്കെടുത്തുന്ന കാര്യം ഞാൻ ഏറ്റുവക്കീലേ. പിന്നെ വർമ്മ സാറിനെ ഇതുവരെ ചെയ്തതുപോലെ
മകളിൽ നിന്ന് മാക്സിമം അകറ്റി നിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉം. ആദ്യം തടസ്സങ്ങളൊന്നുമില്ലാതെ വിവാഹം നടക്കട്ടെ. നിയമത്തെ അംബിക മാഡത്തിന് വേണ്ടി വളച്ചൊടിച്ച് ഏത് രൂപത്തിലാക്കാനും അംബിക മാഡത്തിനൊപ്പം ഈ ചെറിയാനുണ്ടാവും. ശരി വക്കീലേ. എന്താ മേ വക്കീല് പറഞ്ഞത്? ആരെയാ തളർത്തി കിടത്തേണ്ടത്? പറയാം. മെനിങ്ങാന്ന് ഞാൻ അവസാനമായി നോക്കിയ പേഷ്യന്റ് ഒരു പ്രഗ്നൻസി കേസല്ലേ? ആ അതെ ഡോക്ടർ. ആ പെൺകുട്ടിയുടെ പേര് ദിവ്യ എന്നാ. അത് നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ വീട്ടിലെ സർവന്റാ. കല്യാണം കഴിച്ചിട്ടില്ല. ഓ അത് ശരി. കൂടെ വന്ന ചെറുപ്പക്കാരൻ ഹസ്ബൻഡ് ആണെന്നാണ് ഞാൻ ധരിച്ചത്. ഇല്ല, വന്ന കുട്ടിക്ക് ഹസ്ബൻഡ് ഇല്ല. അവള് മാരീഡ് അല്ല, അതുറപ്പാ. മാരീഡ് അല്ലാത്ത സ്ഥിതിക്ക് കൂടെ വന്ന ആളായിരിക്കും ഗർഭത്തിന് ഉത്തരവാദി. മന്ത്രിയുടെ വീട്ടിലെ കാര്യമാണേ. ഇതെങ്ങാനും പുറത്തെറിഞ്ഞു പോയാ മീഡിയ വെറുതെ ഇരിക്കില്ല. അവരിത് വഷളാക്കും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുന്നതിന് മുൻപ് ഉത്തരവാദിയെ കണ്ടുപിടിച്ച മന്ത്രിക്ക് അതിൽ നാണക്കേടുണ്ടാവില്ല. അത് ശരിയാണ് മിസ്റ്റർ. ആ, ഞാൻ രാജു. ഞാൻ മിനിസ്റ്ററുടെ PA. എന്നാൽ ഇത് തീർച്ചയായും നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ആ അതെ ഡോക്ടർ. ഞാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്. ഇതാണോ? ഇയാള് തന്നെയല്ലേ ആ പെൺകുട്ടിയുടെ കൂടെ വന്നത്? എക്സാക്ട്ലി ഇയാള് തന്നെയാ. എന്നാ ഡോക്ടർ ഒരു ഉപകാരം ചെയ്യണം. എന്റെ കൂടെ മിനിസ്റ്ററുടെ വീട് വരെ വരണം. ഇതൊന്ന് പ്രൂവ് ചെയ്താലേ എനിക്കൊരു സമാധാനാവൂ. അതിനെന്താ രാജു, ഞാൻ വരാലോ. പക്ഷെ ഇപ്പൊ പറ്റില്ല. OP കഴിയണം. പിന്നെ വാർഡില് റൗണ്ട്സ് ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ തന്നെ അങ്ങോട്ട് വന്നോളാം. ഇത് മിനിസ്റ്ററുടെ വീട്ടിലാ. വീടറിയാമോ മാഡത്തിന്? പിന്നെന്താ, ഞാൻ വരാം. താങ്ക് യു ഡോക്ടർ. അമ്പിയേച്ചി, ശേഖര. എന്താ പ്രതാപ? എന്താ ഏട്ടാ? എന്തിനാ വിളിച്ചേ? നിനക്കെന്താ ഒരു ടെൻഷൻ പോലെ? ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ ഈ വീട്ടിൽ നടക്കുന്നത്. ദീപക് എവിടെ? വിളിക്കണേ. അവൻ പുറത്തു പോയിരിക്കുവാ. ഇപ്പൊ വരും. അത്യാവശ്യമാണെങ്കിൽ ഞാൻ വിളിക്കാം. ഈ വീട്ടിൽ ഇന്നേ വരെ പല വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു സ്ത്രീക്ക് മാനഹാനി സംഭവിക്കുന്ന രീതിയിൽ ആരും തന്നെ പ്രവർത്തിച്ചിട്ടില്ല. അതിപ്പോ എന്നെ പിരിഞ്ഞുപോയ എന്റെ ഭാര്യയോട് പോലും. പക്ഷേ ഇന്ന് അത്തരം ഒരു കാര്യം ഈ വീട്ടിൽ സംഭവിച്ചിരിക്കുക. അതിന്റെ യാഥാർത്ഥ്യം അറിയാനാ ഞാൻ വിളിച്ചത്. യാമിനി, ദിവ്യ വിളിക്ക്. ദിവ്യേ, നീ ഗർഭിണിയാണോ? ചോദിച്ചത് കേട്ടില്ലേ? നീ ഗർഭിണിയാണോന്ന്? അപ്പൊ ഞാൻ അറിഞ്ഞത് ശരിയാ. കല്യാണം പോലും കഴിക്കാത്ത നമ്മുടെ വീട്ടിലെ വേലക്കാരി ഗർഭം ധരിച്ചിരിക്കുന്നു. നാളെ ഇത് ലോകം അറിഞ്ഞ എന്തെല്ലാം കഥകൾ ഈ മീഡിയ വഴി പുറത്തു വരുന്നു. ഇതിന് ഉത്തരവാദികൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ വീടിന്റെ മാനം, എന്റെ അഭിമാനം, എന്റെ പദവി എല്ലാം തകർക്കാൻ 100 എതിരാളികളെ പുറത്ത് കാത്തിരിക്കുന്നേ. എനിക്കിന്ന് സത്യം അറിയണം. രാജുവിന് കിട്ടിയ വിവരം അനുസരിച്ച് ദിവ്യയുമായി ഹോസ്പിറ്റലിൽ പോയത് ദീപക് ആണെന്ന് സംശയിക്കുന്നു. ദീപക്കോ? രാജു, നീ അനാവശ്യം പറയരുതേ. ഉറപ്പില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് കുടുംബത്തിലുള്ളവരെ തമ്മിത്തല്ലിക്കരുത്. പറയടി, ആരാടി ഇതിന് ഉത്തരവാദി? സത്യം പറയടി, ഇല്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. പറയടി. അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല മാഡം. പേടിച്ചിട്ട് ഇവള് പറയില്ല.
അയാൾ ആരാണെന്ന്. പരിശോധനയ്ക്ക് ഹോസ്പിറ്റലിൽ വന്നപ്പോഴാ ഞാൻ ഇവളെ കണ്ടത്. അന്ന് ഇവളോടൊപ്പം ദീപക്കും ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടറെ കണ്ട് സംസാരിച്ചപ്പോഴാ ദിവ്യയുടെ പ്രഗ്നൻസിയെ പറ്റി ഞാൻ അറിഞ്ഞത്. ഇനി ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ നമുക്ക് ഡോക്ടറെ വിളിക്കാം. അവര് വരട്ടെ. അവര് ദീപകിനെ തിരിച്ചറിയുമെന്ന് നമുക്ക് നോക്കാലോ. രാജു, ആ ഡോക്ടറോട് വരാൻ പറയൂ. കള്ളം, പച്ച കള്ളമായും പറയുന്നത്. എന്റെ മകൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. എന്റെ മകന് യാതൊരു കാരണവുമില്ലാതെ ദ്രോഹിച്ചോണ്ടിരിക്കുക ഇവൻ. അവനെ ഒരു കുറ്റവാളിയാക്കി അവന്റെ അമ്മാവനിൽ നിന്ന് അകറ്റണം ഇവന്. പ്രതാപ, നീ ഇത് വിശ്വസിക്കരുത്. ഇപ്പോ ദീപക്കും ഋതികയുമായുള്ള കല്യാണം ആയപ്പോ അത് മുടക്കാനായി ഇവ കണ്ടുപിടിച്ച പുതിയ വഴിയായിരിക്കും ഇത്. നമ്മുടെ കുടുംബത്തിന്റെ മാനം കളയാൻ നോക്കുന്നത് ഇപ്പൊ ഇവനാ. മാഡം, ഞാൻ വെറുതെ പറയുന്നതല്ല. വ്യക്തമായി അന്വേഷിച്ച് തെളിവുകളോടെ തന്നെയാ ഞാനിത് പറയുന്നത്. എങ്കി ഇവള് പറയട്ടെ. ഇവക്കാണല്ലോ സത്യം അറിയാവുന്നത്. ഇവൾക്ക് മാത്രമല്ല, ഇവളെ പരിശോധിച്ച ഡോക്ടർക്കും അറിയാം ആരാണ് കൂടെ വന്നതെന്ന്. ഈ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്നും. ഈ ദിവ്യ ഇവിടെ കൊണ്ടുവന്നത് രാജുവാ. ഇവളെ കുറിച്ച് കൂടുതൽ അറിയാവുന്നത് നിനക്കാ. നീയാണ് ഇവളുടെ ഗർഭത്തിന് ഉത്തരവാദിയെന്നും അത് മറയ്ക്കാൻ ദീപകിനെ കുറ്റക്കാരനാക്കുവാണെന്ന് ഞാൻ പറഞ്ഞ മതി, നിർത്ത്. അംബികേശി, ദീപകിനോട് വേഗം വരാൻ പറയും. ചെല്ല്. രാജു, ആ ഡോക്ടറോട് വേഗം വരാൻ പറയും. ഹലോ, ഞാൻ രാജുവാണ്. അറിയാലോ, മിനിസ്റ്ററുടെ PA. ദീപകെ, അതേത് ഡോക്ടറാണെങ്കിലും വേണ്ടതുപോലെ ഡീല് ചെയ്യും. ഹലോ, ഡോക്ടർ സുമതി. ഹലോ ഡോക്ടർ, ഞാൻ മിനിസ്റ്റർ പ്രതാപ് വർമ്മയുടെ വീട്ടിൽ നിന്ന് വിളിക്കുക. ഇപ്പൊ രാജു വിളിച്ചിരുന്നു. ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുവാണ്. ഡോക്ടർ, ഞാനന്ന് ദിവ്യയുടെ കൂടെ വന്ന ദീപക്കാണ്, മിനിസ്റ്ററിന്റെ നെബ്യൂ. ഓ, ഞാനാണ് ആ കുട്ടിയെ കൊണ്ട് ആശുപത്രിയിൽ വന്നതെന്ന് ഡോക്ടറോട് ഒന്ന് പറഞ്ഞാൽ എന്റെ ജീവിതം തകരും. എങ്ങനെയെങ്കിലും ഡോക്ടറിനെ രക്ഷിക്കണം. എങ്ങനെ രക്ഷിക്കണമെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ഒറ്റ കാര്യം, ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് ഞാനല്ലെന്ന് പറഞ്ഞാൽ മാത്രം മതി. അങ്ങനെ പറഞ്ഞാൽ ഡോക്ടർ ഒരു കുഴപ്പവും വരില്ല, എന്റെ എല്ലാ കുഴപ്പവും തീരുകയും ചെയ്യും. അങ്ങനെ പറയുന്നോണ്ട് നിങ്ങൾക്ക് പ്രയോജനമുണ്ട്. പക്ഷെ എനിക്കെന്താണ് പ്രയോജനം? എന്താണ് എനിക്കുള്ള ഗുണം? എന്ത് വേണോ ചെയ്യാൻ ഡോക്ടർ. ഡോക്ടർ അങ്ങനെ പറഞ്ഞാൽ ഡോക്ടർക്ക് ഞാൻ 1 ലക്ഷം രൂപ തരും. 1 ലക്ഷം? ശരി, ഞാനത് പറയാം. രൂപ ക്യാഷായിട്ട് തരണം. തരാം. ഓക്കെ. നമസ്കാരം സർ. സർ, ഡോക്ടർ വന്നു. വരൂ, ഇരിക്കൂ. ഡോക്ടർ, ഈ കുട്ടി കഴിഞ്ഞ ദിവസം അവിടെ ഹോസ്പിറ്റലിൽ വന്ന് പ്രഗ്നൻസി ടെസ്റ്റ് നടത്തിയിരുന്നു. ഡോക്ടർ ഓർക്കുന്നുണ്ടോ? ഉണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇവള് ഒറ്റയ്ക്കായിരുന്നില്ലല്ലോ? ഇല്ല, കൂടെ ഒരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരനെ ഡോക്ടർ ഇപ്പൊ കണ്ട് തിരിച്ചറിയോ? ഓഫ് കോഴ്സ്, തീർച്ചയായും. ഡോക്ടർ,
നോക്ക് ഡോക്ടർ, ദാ ഇയാളല്ലേ അന്ന് ഈ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇല്ല, ഇയാളല്ല. ഡോക്ടർ, ഏതാണ്ട് ഇയാളുടെ പ്രായമൊക്കെയാണ്, പക്ഷെ ആളിതല്ല. അല്ല ഡോക്ടർ, ശരി ഡോക്ടർ, വളരെ നന്ദി. ഓക്കെ, ശരി. രാജു, നീ ഇതെന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ? നിരപരാധിയായ ഒരുത്തന്റെ തലയിൽ മറ്റാരോ ഉണ്ടാക്കിയ ഗർഭം കെട്ടിവെക്കാനാണോ നിന്റെ ശ്രമം?